നമസ്കാരം. സുംബ നൃത്തം, വ്യായാമം സ്കൂളിൽ വേണോ എന്നതിനെക്കുറിച്ചാണ് ഇപ്പോൾ ചൂടുപിടിച്ച ചർച്ചകൾ നടക്കുന്നത്. ഇവിടെ മറ്റു പല വിഷയങ്ങളുണ്ടായിട്ടും ഇത് തന്നെ എടുത്തിട്ട് മാധ്യമങ്ങൾ അലക്കുകയാണ്. ഓരോരുത്തരുടെ അഭിപ്രായം തേടി അവരുടെ വീടുകളിൽ പോയി വരെ അഭിപ്രായങ്ങൾ തേടുകയാണ്. അതുപോലെ രാഷ്ട്രീയ പാർട്ടികളുടെ ഒക്കെ അഭിപ്രായം തേടുകയാണ്. മുസ്ലിം ലീഗിന്റെ അടക്കമുള്ള അഭിപ്രായങ്ങൾ തേടി. ഇപ്പോൾ ഇതാ ഒരു ചിത്രം സമൂഹ മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. മുസ്ലിം ലീഗ് സംസ്ഥാന നേതാവും യുവനേതാവുമായ PK ഫിറോസ് അദ്ദേഹത്തിന്റെ മകളുടെ കൂടെ നിൽക്കുന്ന ഒരു ചിത്രം സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്യുകയുണ്ടായി. അതിന് വന്ന കുറെ കമന്റുകളാണ് വിഷയം. അതായത് സ്വന്തം മകളോടൊപ്പം ഒരു പിതാവിന് നിൽക്കണമെങ്കിൽ ഇവിടെ മതമേലധ്യക്ഷന്മാരുടെ ഉസ്താദുമാരുടെ 6-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന കുറെ ആളുകളുടെ അനുവാദം വേണമോ എന്നുള്ള ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. ഇത്രയും ഒരു വ്യക്തിയെ അയാളുടെ മകളുമായി ഒരു ചിത്രം പോസ്റ്റ് ചെയ്തതിന് ഇത്രയൊക്കെ കമന്റുകളും കാര്യങ്ങളും ഒക്കെ തന്നെ ഈ മത തീവ്രവാദ ഗ്രൂപ്പുകളും അതുപോലുള്ള വ്യക്തികളും ഒക്കെ ഇടുന്നത് അത്യന്തം കഷ്ടകരം തന്നെ. ഇതൊക്കെ കാണുമ്പോൾ ഇപ്പോൾ ഞാനൊരു ലീഗുകാരൻ ആണ് എന്ന് പറയാൻ ലജ്ജ തോന്നുന്നു. സ്വന്തം മകളുടെ ചിത്രം പോസ്റ്റ് ചെയ്തതിനാണ് ലീഗുകാരൻ പറയുകയാണ്. PK ഫിറോസ് ലീഗുകാരനാണ്, അതുകൊണ്ട് ഞാൻ ലീഗുകാരനാണ് എന്ന് പറയാൻ ലജ്ജ തോന്നുന്നു. ഉമ്മ സ്വല്പമേ മുടി മറയ്ക്കാറുള്ളൂ, മകൾ തീരെയില്ല. മകൾ വസ്ത്രം സ്വല്പം കുറവാണ്. മകളുടെ മകൾ, അതായത് PK ഫിറോസിന്റെ സഹധർമ്മിണി തല അല്പം മറയ്ക്കും, എന്നാൽ മകൾ തല മറച്ചിട്ടില്ല, ഒട്ടും മറച്ചിട്ടില്ല. ഇനി ഈ മകളുടെ മകൾ എന്തൊക്കെയാണ് കാണിക്കുന്നത് എന്ന് പരിഹാസ രൂപേണ ഒരുത്തൻ ചോദിച്ചിരിക്കുകയാണ്. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്, ആർക്കും ഏത് വസ്ത്രവും ധരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ നിങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നത് മുസ്ലിം ലീഗ് എന്ന സമുദായ പാർട്ടിയാണ്, ഓർമ്മ വേണം. അപ്പോഴെങ്കിലും ഒരു മുസ്ലിം ലീഗ് സമുദായ പാർട്ടിയാണെന്ന് ഒരു വ്യക്തി പറഞ്ഞിട്ട്, മുസ്ലിം ലീഗ് ജനാധിപത്യ മതേതര പാർട്ടിയാണെന്നാണ് അവർ പറയുന്നത്. പക്ഷെ സമുദായ പാർട്ടിയാണ് എന്നുള്ള കാര്യം പറയാതെ പറയുന്നു. ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നു. വേറെ തന്നെ കമന്റ്, ഒരു വലിയ സൂഫി വര്യന്മാരുടെയും പണ്ഡിതരുടെയും വലിയ നിരയാണ് ഈ മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനത്തെ പടുത്തുയർത്തിയത്. നിങ്ങളെ പാതി യുക്തിവാദികൾ കയറിക്കൂടി എന്നാണ് ഉദ്ദേശിച്ചത്. അക്ഷരാഭ്യാസം ഇല്ലാത്തതിന്റെ കുഴപ്പമാണ്. ഈ സ്കൂളുകളിൽ പോകാതെ മദ്രസയിൽ പോയി മതതീവ്രവാദവും പഠിക്കുന്നതിന്റെ കുഴപ്പമാണ്. കയറിക്കൂടി കളങ്കപ്പെടുത്താനാണ് ഉദ്ദേശമെങ്കിൽ, ഇത്രയും വൃത്തികെട്ട മലയാള ഭാഷ, ഉദ്ദേശമെങ്കിൽ സമസ്ത പിളർന്ന പോലെ മുസ്ലിം ലീഗും പിളരാൻ ഇനി അധിക ദൂരമൊന്നും വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് ഇത് തങ്ങൾ പറഞ്ഞതാണോ? ഇതൊക്കെ കാണുമ്പോഴാണ് ഒരു സമാധാനം. എല്ലാം ഇസ്ലാമിന് വേണ്ടിയാണല്ലോ എന്നോർക്കുമ്പോൾ തുടങ്ങിയ കമന്റുകളാണ് ഈ കൊച്ചുകുട്ടിക്ക്. കൂടി വന്നാൽ 10-12 വയസ്സുള്ള ഒരു കൊച്ചുകുട്ടിയുമൊത്ത് അതിന്റെ പിതാവ്, അയാളൊരു മുസ്ലിം ലീഗ് നേതാവായിപ്പോയി, യൂത്ത് ലീഗിന്റെ ഒക്കെ തീപ്പൊരി നേതാവാണ്. ഇയാൾക്ക് ഇതാണ് അവസ്ഥ എങ്കിൽ ഒരു സാധാരണപ്പെട്ട ഒരു മുസ്ലിം വ്യക്തി അല്ലെങ്കിൽ ഒരു മുസ്ലിം പൗരൻ സ്വന്തം മകളുമൊത്തോ ഭാര്യയുമൊത്തോ സഹോദരിയുമൊത്തോ അമ്മയുമൊത്തോ എന്തെങ്കിലും ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ ഇടുകയാണെങ്കിൽ എന്തൊക്കെയായിരിക്കും പ്രതികരണം ഉണ്ടാവുക? നമ്മുടെ മലയാളികളുടെ സമൂഹത്തെ തന്നെ നാണം കെടുത്തുന്ന, മലയാള ഭാഷയെ തന്നെ നാണം കെടുത്തുന്ന, മലയാള സംസ്കാരത്തെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു തരത്തിലുള്ള മോശം വസ്ത്രവുമല്ല ആ പെൺകുട്ടി ധരിച്ചിരിക്കുന്നത്. പ്രേക്ഷകർക്ക് കാണാൻ വളരെ മാന്യമായ വസ്ത്രം ധരിച്ചിരിക്കുന്നു. ആ പെൺകുട്ടി തലയിൽ തട്ടമിട്ടിട്ടില്ല, ഒരു ജീൻസും ഒരു ടോപ്പും മാന്യമായ രീതിയിൽ വസ്ത്രം ധരിച്ചിരിക്കുന്നു. സ്വന്തം പിതാവിനൊപ്പം ചേർന്ന് നിൽക്കുന്നു. ആ മകളെയും ആ കുഞ്ഞു മകളെയും ആ പിതാവിനെയും, അയാൾ ആരുമാകട്ടെ, അയാൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുമാകട്ടെ, ഒരു പിതാവിനെയും ഒരു മകളെയും ഇത്തരത്തിൽ അപമാനിക്കാനും അവഹേളിക്കാനും പരിഹസിക്കാനും നാണമുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ ചെയ്യുന്നത് ക്രിമിനൽ കുറ്റമാണ്. ഒരു പെൺകുട്ടിയുടെയും അച്ഛന്റെയും ഒക്കെ ചിത്രത്തിന് ഇത്തരം കമന്റുകൾ ഇടുകയും, ഇതിപ്പം എനിക്ക് തോന്നുന്നത് സഭ്യമായ കമന്റുകളുടെ മാത്രം സ്ക്രീൻഷോട്ടാണ് ഈ കാണുന്നത്. താഴെ അസഭ്യവും അല്ലെങ്കിൽ ഇവരെ ചീത്ത വിളിച്ചുകൊണ്ടും ഈ കുഞ്ഞിനെ അടക്കം ചീത്ത വിളിച്ചുകൊണ്ടുള്ള കമന്റുകൾ ഇട്ട് കാണും. കാരണം അത്രയേ ഉള്ളൂ ഇവന്റെയൊക്കെ സംസ്കാരം. ഇവനൊക്കെ മത തീവ്രവാദ ഗ്രൂപ്പുകളുടെ സംഘാടകന്മാരാണ്, നാണമില്ലാത്തവന്മാരാണ്. അയാളൊരു പൊതുപ്രവർത്തകനാണ്. അയാൾ ആരുമാകട്ടെ, അയാൾ പൊതുപ്രവർത്തകനാണ്, അയാൾ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച വ്യക്തിയാണ്, അയാളൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവാണ്. അയാൾക്ക് പോലും ഇതാണ് സ്ഥിതി വരുന്നതെങ്കിൽ, PK ഫിറോസിന് പോലും ഈ സ്ഥിതിയാണ് വരുന്നതെങ്കിൽ, സാധാരണക്കാരനായ ഒരു മുസ്ലിം സഹോദരൻ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സ്വന്തക്കാരുമൊത്തോ മകളുമൊത്തോ ഒരു ചിത്രമിടുകയാണെങ്കിൽ ഈ സുഡാപ്പികൾ, ഈ നാറികൾ എന്തെല്ലാം തരത്തിൽ പറഞ്ഞൊപ്പിക്കും? കേരളം എങ്ങോട്ടാണ് പോകുന്നത്? കേരളത്തെ 6-ാം നൂറ്റാണ്ടിലേക്ക് തിരികെ കൊണ്ടുപോകാൻ ഒരു വിഭാഗം ശ്രമിക്കുന്നു. നേരത്തെ ഒരു വാർത്തയിൽ ഞാൻ പറഞ്ഞു, സൗദിയും UAEയും ഒക്കെ അവർ രാഷ്ട്രമാണ് വലുത്, മതമല്ല എന്ന് ചിന്തിച്ചുകൊണ്ട് വലിയ വികസനങ്ങൾ നടത്തുന്നു. സൗദി രാജാവിന്റെ മക്കളും ഒക്കെ തന്നെ അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ച് നടക്കുന്നു. അവിടെ ശരീഅത്ത് നിയമം പിന്തുടരുന്ന രാജ്യത്ത് യാതൊരു നിയന്ത്രണവുമില്ലാതെ നൃത്തവും അതുപോലെ തന്നെ സംഗീതവും ഒക്കെ തന്നെ നടക്കുന്നു. ആശുപത്രികളിൽ ശസ്ത്രക്രിയകൾ നടക്കുന്നു, പ്രസവം ആശുപത്രിയിൽ നടക്കുന്നു. എന്തെല്ലാം മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതനുസരിച്ച് ആ രാജ്യം പുരോഗമിക്കുന്നുണ്ട്. ഇവിടെ ഒരു രാഷ്ട്രീയ നേതാവിന് സ്വന്തം മകളുമൊത്തുമുള്ള ചിത്രം പോസ്റ്റ് ചെയ്യാൻ പോലും അനുവാദമില്ല, അല്ലെങ്കിൽ ഇവർ പറയുന്നത് പോലെ കെട്ടിപ്പൊതിഞ്ഞു വെച്ച് പോസ്റ്റ് ചെയ്യണം എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് ദുഃഖകരം തന്നെ.
രാവുമായണം രാമനെ അറിയണം. സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ 20 ഞായറാഴ്ച രാവിലെ 9 മണിക്ക്. സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം, നന്ദാവനം, തിരുവനന്തപുരം. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്വമൈ TV സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു. ഈ വരുന്ന ജൂലൈ മാസം 20 ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത്. 10 വയസ്സിനും 15 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരിയിൽ പങ്കെടുക്കാൻ കഴിയുക. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര്, പഠിക്കുന്ന സ്കൂളിന്റെ ID കാർഡ്, ജനനത്തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം 9034347838 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. ഒരു കുട്ടിക്ക് 100 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 54 കുട്ടികൾക്ക് മാത്രം. വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ.